ഹലോ ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് ട്യൂമർ എന്നുള്ളത്. സത്യത്തിൽ ട്യൂമറും ക്യാൻസറും ഒന്നാണോ? എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് ബ്രെയിൻ ട്യൂമർ വന്നു, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ട്യൂമർ വന്നു എന്നുള്ള കണ്ടീഷൻസൊക്കെ നമ്മുടെ കൂടെയുള്ള പലർക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ട്യൂമർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ബിനൈൻ ട്യൂമറും ഉണ്ട്, മാലിഗ്നൻറ്റ് ട്യൂമറും ഉണ്ട്. അതിൽ മാലിഗ്നൻറ്റ് ട്യൂമർ മാത്രമാണ് നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളൂ. ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാത്ത, അതായത് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ട്യൂമർ എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ പ്രോലിഫറേഷൻ ഓഫ് സെല്ലാണ്. അതായത് നമ്മുടെ കോശങ്ങൾ അമിതമായിട്ട് കുറച്ച് വളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അതൊരു മുഴ പോലെ കാണപ്പെടും. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അവിടെയുള്ള ആ കോശങ്ങൾക്ക് വേറെ ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല. അതായത് ആ കോശങ്ങളുടെ മോർഫോളജിയോ കോശങ്ങളുടെ ഘടനയ്ക്കോ അതിൻ്റെ സെല്ലിനോ അതിൻ്റെ ന്യൂക്ലിയസിനോ ഒന്നും ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. വെറുതെ സെൽസ് കുറച്ച് ഗ്രോ ചെയ്തു അവിടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അതാണ് ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ബ്രെയിൻ ട്യൂമർ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ പേടിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് ഇപ്പോൾ അത് മെനിഞ്ചിയോമ ആവട്ടെ, അല്ലെങ്കിൽ ബ്രെയിനിൽ വരുന്ന ഹെമാൻജിയോമ ആവട്ടെ, എല്ലാതും ആ ഒരു സെല്ലുകൾ കുറച്ച് പ്രോലിഫറേറ്റ് ചെയ്ത് അവരുടെ ഒരു മുഴയായി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബ്രെയിനിൽ നമുക്ക് കുറച്ച് പേടിക്കേണ്ടതല്ല. അത് ബ്രെയിൻ അങ്ങനത്തെ ഒരു ഓർഗൻ ആണല്ലോ. ബിക്കോസ് നമ്മുടെ ബോഡീനെ മുഴുവൻ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഐസൈറ്റ് ആവട്ടെ, കണ്ണിൻ്റെ കാര്യങ്ങളാവട്ടെ, ഏത് നെർവിൻ്റെ അടുത്താണോ ഈ ട്യൂമർ ഉള്ളത് അവിടെ കുറച്ച് ശ്രദ്ധ വേണം അത് റിമൂവ് ചെയ്യുമ്പോൾ എന്നുള്ളതല്ലാണ്ട് ട്യൂമർ എന്നത് പേടിക്കേണ്ട ഒരവസ്ഥയേ അല്ല. വേറെ ട്യൂമർ എന്നുള്ളത് മാലിഗ്നൻറ്റ് ട്യൂമർ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഗർഭപാത്രത്തിൽ വരുന്ന ട്യൂമർ, മുഴ വരുന്നതോ ഒന്നും നമ്മളങ്ങനെ ഭയപ്പെടേണ്ട ഒരു കണ്ടീഷനല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ട്യൂമർ എന്ന് പറയുന്നത് ഒരിക്കലും ക്യാൻസർ അല്ല. ട്യൂമറിൻ്റെ ഒരു വകഭേദമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. എല്ലാ ട്യൂമറുകളും ക്യാൻസറായിട്ട് മാറുന്നില്ല. ഒരു ചെറിയ ശതമാനം ട്യൂമർ മാത്രമാണ് ക്യാൻസറായിട്ട് മാറുന്നുള്ളൂ. നമ്മൾ ചെറിയ മുഴ കാണുമ്പോൾ ട്യൂമറായിട്ടുള്ള കണ്ടീഷൻ തന്നെ നമ്മളത് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടും വരാറും ഇല്ല. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പ്ലീസ് ഷെയർ ടു അതേഴ്സ് ഓൾസോ. താങ്ക് യു.